ഗുരുവായൂരപ്പ, എണ്ണമെല്ലാം കറക്റ്റ് ആണല്ലോ? അതെ, ഒരു 4 വീക്കിലൂടെ എടുത്തോ. ഇതാ. അപ്പൊ കണക്കെല്ലാം വൈകുന്നേരം നോക്കിക്കോളാം. ശരി. നമസ്കാരം കൃഷ്ണൻകുട്ടി. അമ്മാവൻ. അയ്യോ, ഗോപാലകൃഷ്ണ, എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ വീണു. നീ ഇല്ല, ഈ കട്ടിൽ അത്ര ശരിയല്ല. അല്ല, നല്ല ബലം ഉണ്ടല്ലോ, പിന്നെന്താ? ഡേ, ഇത്തവണത്തെ സ്വപ്നത്തിൽ ആരാണ് വില്ലൻ? അമ്മാവനോ അതോ പ്രസന്നേട്ടനോ? രണ്ടാളും. പണ്ടത്തെ പോലെ തിരുമേനെ കൊണ്ട് തകരെടുത്തിച്ച് കെട്ടിക്കണമെന്നാ തോന്നണത്. നിന്റെ ഈ പേടി മാറാൻ. ആർക്ക് പേടി? ആരെ പേടിക്കാൻ? അമ്മാവനെയോ? നല്ല കാര്യമായി. രാവിലെ കുളിച്ചോടന്ന് നിൽക്കാതെ കേട്ടോ. ഇനി അവളോട് തർക്കത്തിന് നിൽക്കാതെ കുളിച്ച് വേഗം പോവാൻ നോക്കുന്നുണ്ടോ നീ? സ്വപ്നത്തിൽ ഗൗരി ചേച്ചിക്ക് റോൾ ഉണ്ടായിരുന്നോ? അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം പോ. പിന്നെ അമ്പലത്തിൽ വെച്ച് ഗൗരിയെ കാണുമ്പോ ഈ സംഭവം വല്ലതും പറഞ്ഞ ആലോചിക്കട്ടെ. ആലോചിക്കാം. എഴുന്നേറ്റ് മാറുന്നുണ്ടോ? നേരെ എത്രയെന്നറിയോ? എഴുന്നേറ്റ് ചവിട്ടി വെറുതെ ഞാൻ തിരിക്കും. വിളിച്ചില്ലേ അവനെ ഇതുവരെ? ഞാൻ എന്ത് ചെയ്യാനാ? വിളിച്ച എഴുന്നേക്കണെങ്കിൽ ബോധം ഉണ്ടായിട്ട് വേണ്ടേ? ചവിട്ടി പെടലി തിരിക്കുന്ന ഉറക്കത്ത് കിടന്നോണ്ട് പറയുന്നത്. മിക്കവാറും ഇവന്റെ പെടലി ആരെങ്കിലും അടിച്ച് തിരിക്കും. മാർക്കറ്റിൽ നിന്നല്ല അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തതാ, വെളുപ്പിന് ഒരു ലോഡും കൊണ്ടുപോവാൻ. എടാ തങ്കച്ചാ, വിളിച്ച് ഞാൻ മടുത്തു. വിളിച്ച് അവളുടെ മണിയണ്ടത്തെ കിടന്ന് വളയെ ഊരിപ്പോയി. അമ്മച്ചി തുടങ്ങി. എടി, അവൻ സമയം നോക്കാതെ വല്ലയിടത്തും പോയി പണിയെടുത്തോണ്ട് വന്നിട്ട് വേണം നിന്നെയൊക്കെ വല്ലവന്റെയും കൂടെ പറഞ്ഞയക്കാൻ. ആ വിചാരം ഉണ്ടോ നിനക്കൊക്കെ? അമ്മച്ചി രാഗവിസ്താരം തുടങ്ങിയല്ലോ. ഇനി തങ്കച്ച എഴുന്നേറ്റോളും. എടാ തങ്കച്ച, എടാ എഴുന്നേക്കാൻ. എഴുന്നേക്കണം അങ്ങോട്ട്. പണിക്ക് പോകാൻ സമയമായിരുന്നു. അഡ്വാൻസ് വാങ്ങിച്ച് ലാവിഷായിട്ട് പുട്ടടിക്കാൻ നടക്കാമല്ലോ. ലോഡ് ഇറക്കാനുള്ളതാ. അവരിപ്പോ ഇങ്ങെത്തും. എഴുന്നേക്കടാ. അമ്മച്ചി, ഇതിന് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും. ഒരു തടി ഇങ്ങനത്തെ. അത്ര കൊള്ളില്ല. അമ്മച്ചി എന്തേ കാണിക്കുന്നത്? നീ വിട്. പൈപ്പിൽ വെള്ളം തിരുന്നാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടേ. അതല്ല, ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ ശരിയല്ല. അമ്മച്ചി മോനല്ലേ? അല്ല, അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അതാ അതിന്റെ ഇത്. അയ്യോ ഗോപാലകൃഷ്ണ, നീ ഇതുവരെ പോയില്ലേ?
ഇന്ന് നോക്കിക്കോ, പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിലിട്ട് കാക്ക കൊത്തി കാണും. ഒരു കുഴപ്പമില്ല. കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുക. അല്ല, രാവിലെ അവളുടെ ഒരു ഒന്ന് പോടാ വേഗം. അല്ല, അമ്മ പറയുന്ന കാര്യമുണ്ട്. എവക്കെങ്ങനെ ഈ പൈപ്പിന്ന് വെള്ളം പിടിക്കാൻ പോയ പെണ്ണുങ്ങൾ എവിടെ പെറ്റ് കിടക്കാണ് എന്റെ റബ്ബേ. എടി കൗസു, ദേ വരുന്നമ്മാ. അയ്യോ, എടി നീ കൂടെ വാടി. വാ. എവിടെ പോയി കിടക്കുകയാണ് നിങ്ങളൊക്കെ? പൈപ്പിൽ വെള്ളം തീർന്നുമ്മാ. ആ സരസ്വതമ്മേ, വരി വരി. നിങ്ങളെ ദേവിക്ക് സുബേറിന്റെ പേരിൽ കഴിപ്പിച്ച വഴിപാട് വലിച്ച് നേരെ ഇന്നലെ ഇക്കാന്റെ കത്തും ഫോട്ടോയും വന്നു. ഓന്റെ കൂടെ അതിർത്തിയിൽ പണിയെടുക്കുന്ന ഒരാളെ കയ്യിൽ കൊടുത്തു വെച്ചതാ. ഒന്ന് നിലത്ത് നിക്കടി പെണ്ണേ. നോക്കട്ടെ. ആ കണ്ടോ, ഇതാണ് മടകള്ളത്തരം. ഇക്കാന്റെ കത്തും പടവും വന്ന കാര്യം എല്ലാരെയും കാണിച്ചു. അറബിയുടെ പണം വന്ന കാര്യം എന്താരോടും പറയാത്തെ? പിന്നെയും വരുന്നുണ്ടോ അറേബ്യന്ന് പിള്ളേരുടെ ബാപ്പ? ഇനി എവിടുന്ന് വരാൻ? ഓല് കഴിഞ്ഞത്ര. എന്റെ മാതാവേ, കെട്ടിക്കഴിഞ്ഞിട്ട് എന്നെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഓർക്ക് കഴിഞ്ഞില്ല. വേണ്ടാന്ന് വെച്ചിട്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന ആളാ, ഒരു ബിരുന്നാരനെ പോലെ. ഇവളും കൂടി ആയി കഴിഞ്ഞപ്പോ പിന്നെ വന്നില്ല. 14 വർഷം. അറബി നാട്ടിന്ന് വിവരത്തിന് ഓല ബന്ധുക്കളെ കത്ത് വന്നു, കുറച്ച് പണോ. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടികളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇങ്ങോട്ട് കുറച്ച് പണം അയക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് ബോധം മറിഞ്ഞത്. കണ്ണ് നിറയെ കണ്ടിട്ടില്ലേ ഇതുങ്ങളൊന്നും. ഏതായാലും ബാപ്പയെല്ലാം ഉണ്ടാവോ? ആ അതൊക്കെ പോട്ടെ. ബാപ്പയുടെ ആയാലും ഉമ്മയുടെ ആയാലും കാശല്ല ആവോ? ഇങ്ങോട്ട് താ, ഞാനൊരു പെട്ടി വണ്ടി വാങ്ങിക്കട്ടെ. അക്കാശ് കണ്ടിന്റെ മോൻ കൊതിക്കണ്ട. അതിന്റെ കൗസുവിന് അയക്കാൻ ഓളെ ബാപ്പ അയച്ചതാ. വണ്ടി നിർത്താനൊന്നും വയ്യ, വേണമെങ്കിൽ ചാടി കയറിക്കോ. വല്ലാത്തൊരു ചെക്കൻ തന്നെയാണ്. വാ മോളെ. ഇനി കാണണമെങ്കിൽ നിന്റെ ആരും ഇങ്ങ് വരാൻ പറഞ്ഞ് കാശ്മീരിലേക്ക് ഒരു കത്ത് എഴുതിയിട്ട്. അതെ, എന്നിട്ട് ഉടലോടെ കണ്ടാൽ മതി നിന്റെ മണവാളനെ.